എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നതാ നല്ല അടിപൊളിയായിട്ടുള്ള കൈപ്പത്തിൽ അല്ല, ഏകദേശം ഒരു വിധത്തിലുള്ള കൈപ്പത്തിലും പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ കറി ആയിട്ടാണ്. ചിക്കൻ കറി നല്ല അടിപൊളിയായിട്ടുണ്ട്, കൈപ്പത്തിലെല്ലാം അടിപൊളിയൊന്നും ആയിട്ടില്ല. അപ്പോൾ എനിക്കറിയുന്ന പോലെ ആക്കിയിട്ട് ഞാൻ ചുട്ടെടുക്കുന്നതാണ് കൈപ്പത്തിൽ. അപ്പോൾ എനിക്ക് കൈപ്പത്തിൻ്റെ പണി അറിയില്ല, ഇത് ഫസ്റ്റാണ് ഞാൻ ചുടുന്നത്. അന്ന് എൻ്റെ ഉമ്മ എല്ലാം ചുടുന്നത് കണ്ടുകൊണ്ടായത്. അപ്പോൾ ഞാനും ചുട്ടിട്ടൊന്നും ഉണ്ടാവില്ല. ഉമ്മൻ്റെ ഒക്കെ കൂടിയിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പെരത്തി കൊടുക്കാൻ, അങ്ങനെയല്ലോ പെരത്തി കൊടുക്കാനുണ്ടല്ല, ഒന്ന് കളിക്കാൻ വേണ്ടിയിട്ട് അത്ര തന്നെ അങ്ങനെല്ലാം ആയിക്കൊണ്ടുണ്ടായതല്ലാതെ എനിക്ക് അങ്ങനെ പത്തിലിൻ്റെ അറിയില്ല. കൈപ്പത്തിൽ ബ്രസ്സിൽ ചുട്ടുണ്ടായതാണ്. അപ്പോൾ ചിക്കൻ കറിയും അപ്പോൾ കൈപ്പത്തിലല്ല സോറി പത്തിലിന് ചിക്കൻ കറിയല്ലേ ഭയങ്കര കോമ്പിനേഷൻ ആയിട്ടുള്ള. അപ്പോൾ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാമെന്നിട്ട് വിചാരിച്ച് അപ്പോൾ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഒരു ഉള്ളി ചേർത്ത് കൊടുത്ത്, ഒരു ഉള്ളി ഞാൻ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് അതൊന്ന് മൂടി വെക്കുക. കുറച്ച് ഉപ്പും ചേർത്തിട്ട് മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് ഉള്ളി വെന്തിരുന്ന ചെറിയ രീതിയിലാക്കിയിട്ട് ഇതുപോലെ മൂടി വെച്ച് കൊടുത്താൽ പിന്നെ അതിൻ്റെ അടുത്ത് നമുക്ക് കാത്തിരിക്കേണ്ട ആവശ്യമില്ല, മറ്റുള്ള പണിയെല്ലാം നമുക്ക് അതിൻ്റെ അടുത്ത് എടുക്കാമല്ലോ. അപ്പോൾ ഇത് ആ സമയത്ത് ഞാൻ മറ്റേ പത്തലിൻ്റെ അരി ഉണ്ടല്ലോ അത് അരച്ചെടുക്കുന്നതിൻ്റെ. അപ്പോൾ നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം, നല്ല മഷി പോലെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് എനിക്ക് അറിയുമ്പോൾ ആക്കിയിട്ട് ചുടുന്നത് എല്ലാവരും ഒന്ന് കണ്ടിട്ട് ഇതുപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കാനും ശ്രമിക്കുക. നമ്മളെ മനസ്സിൻ്റെ പൂതിക്കുള്ള നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ ഇത് ഉള്ളി നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു പീസ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിത് ഫ്രീസറിൽ വെക്കലാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കിയിട്ട്, നമുക്ക് എളുപ്പമുണ്ടാകും ഇങ്ങനെ കറിയെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത്. എന്നിട്ടൊരു പകുതി തക്കാളിയും ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഞാനിതൊന്ന് മൂടി വെക്കുന്നുണ്ട്. ഇത് ചെറിയ തീയിലാക്കിയിട്ട് ഇതുപോലെ മൂടി വെച്ചെങ്കിൽ നമുക്ക് പെട്ടെന്ന് എല്ലാം റെഡി ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ മൂടി വെച്ചിട്ട് എന്നെ മറ്റേ അരി അരിച്ചപ്പിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് നമുക്ക് പുതുക്കിയെടുക്കണം. അപ്പോൾ അതിന് തവ ഞാൻ അടുപ്പിൽ വെച്ച് ചൂടാൻ വേണ്ടിയിട്ട്. പിന്നെ ആ സമയത്ത് നല്ലപോലെ തക്കാളി എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടിയെല്ലാം ചേർത്ത് കൊടുക്കണം. ഇതാ മറ്റേ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും ഞാൻ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മുളക് പൊടി കുറച്ചാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ട്, ഞാൻ അരച്ച മുളക് ഉണ്ടായി, വറുത്തിട്ട് അരച്ച മുളക് ഫ്രിഡ്ജിലുണ്ടായി. അപ്പോൾ ഞാൻ ഇങ്ങനെ വറുത്തിട്ട് അരച്ചിട്ടാണ് ഫ്രിഡ്ജിലെല്ലാം വെച്ച് യൂസ് ആക്കില്ല. ഇന്ന് മുളക് അരച്ചത് കുറച്ചുള്ളത് കൊണ്ട് മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് എനിക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ മുളക് അരച്ചത് ചേർക്കുന്നത് ഞാൻ കാണിച്ചില്ല, നിങ്ങൾ എരിവിനായിട്ടുള്ളത് മുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചിക്കനും ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. കുറച്ച് കട്ടിക്കായിട്ടുള്ള മുളകാണ് ഞാൻ ഉണ്ടാക്കുന്നത്. തേങ്ങേൻ്റെ അരച്ച് ചേർക്കുന്നില്ല, തേങ്ങ പാലെടുത്ത് ചേർക്കുന്നത്. അപ്പോൾ കുറച്ച് പാൽ പോകുമ്പോൾ കുറച്ച് വെള്ളം പോലെ ആവില്ല, കുറച്ച് ഞാൻ വെള്ളം ചേർത്ത് നല്ല കട്ടിക്കുള്ള മുളകാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തവ നല്ല ചൂടായിട്ട് തവയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിന്. എന്നിട്ട് നമുക്ക് ഈ അരി അരച്ച് ഇത് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. കുറച്ച് നല്ല കട്ടിയാക്കിയിട്ട് എടുക്കണം. നമുക്ക് പത്തിൽ പരത്താനുള്ള ഇതുണ്ടല്ലോ അത് വെച്ചിട്ട് അങ്ങനെ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ പൊടിയൊന്നും ഇതാക്കില്ല, ഞാൻ പത്തിലെല്ലാം അരി അരച്ചിട്ട് തന്നെയാണ്, എല്ലാത്തിനും അരി അരച്ചിട്ട് തന്നെയാണ് ഞാൻ ഇതാക്കുന്നത്. അപ്പോൾ എൻ്റെ സൗണ്ടൊന്നും ശരിയില്ല, ഒന്നുമില്ല, സൗണ്ട് എല്ലാം ഫുള്ളായിട്ട് പോയിട്ടുണ്ടായി. ഇപ്പോൾ ഇന്ന് കുറച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല പോലെ ഞാൻ മിക്സാക്കിയത് നല്ല ടൈറ്റാക്കിയിട്ട് എടുത്തിനാ. നമുക്ക് പത്തിൽ പരത്താനുള്ള ആവശ്യത്തിനുള്ള ആ ടൈറ്റിലാക്കിയിട്ട് എടുത്ത് നല്ല പോലെ ഒന്ന് നല്ല മിക്സാക്കി എടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ചൂടിൽ നമുക്ക് പാത്രത്തിലൊക്കെ ആയിരുന്നില്ല. അപ്പോൾ ഞാനിത് ഇട്ടിട്ടുണ്ടായ പാത്രമില്ലേ അതിലേക്ക് മാറ്റി നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇത് എൻ്റെ ഒരു പാകമെല്ലാം ഉണ്ട്, വെള്ളത്തിൻ്റെ എല്ലാം ഒരു പാകമുണ്ട്, അതൊന്നും എനിക്കറിയില്ല. ഞാനിത് എനിക്കറിയുന്ന പോലെ ആക്കിയിട്ടാണ് ഞാൻ ചുടുന്നത്. അപ്പോൾ ആരും നോക്കിയിട്ട് അയ്യേ എന്നല്ല ഉണ്ടാവാം. അപ്പോൾ നമുക്ക് നമ്മളെ മനസ്സിൻ്റെ ബോധിക്കനുസരിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമുക്കിത് കുറേ കുറേ മുമ്പത്തെ ആഗ്രഹം. എൻ്റെ വലിയ മോളെ പ്രഗ്നൻറ്റിലാന്നിട്ടും അറിയുന്നില്ല, അല്ല രണ്ടാമത്തെ മോളെ ഏതൊന്നില്ല എനിക്ക് ഈ ഒരു മനസ്സിലേക്ക് അതൊരു ഓർമ്മ വന്നത്. ആ ഒരു ഓർമ്മയില്ലേ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒന്ന് തട്ടി വിളിച്ചോണ്ടുണ്ടാവും, എന്തേ നീ ഉണ്ടാക്കാത്തേന്ന് വെച്ചു. അപ്പം അങ്ങനെ ചുടണിട്ട് ഇങ്ങനെ നിരിച്ചോണ്ടായത്. അപ്പം എന്നൊക്കെ ഉണ്ടാവില്ല എന്നിട്ടുണ്ട് ഞാൻ നിരിച്ചു, അങ്ങനെ ഞാനിങ്ങനെ ഉണ്ടാതിരുന്നു. അപ്പോൾ പിന്നെ വിചാരിച്ച് ഇനി മറ്റൊരാളെ കാത്തിട്ട് നമുക്ക് ഇപ്പം ഇന്നത്തെ കാലത്ത് ശരിയാണെന്നിട്ടല്ല, എന്നിട്ട് ആർക്കും അറിയില്ല, പണ്ടുള്ളവർക്കെല്ലാം അത് കണ്ട്. അപ്പം ഞാനായിട്ട് തന്നെ ഉണ്ടാക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഇതാ ചിക്കൻ കറിയെല്ലാം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ടാ. അതിലേക്ക് നമുക്ക് കട്ടിക്കുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക.
എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് മൂടി വെക്കണം. അപ്പോൾ ഈ സമയത്ത് അതിൻ്റെ ഉപ്പെല്ലാം ഒന്ന് ചെക്കാക്കി നോക്കണം. ഉപ്പ് മതിയില്ലെങ്കിൽ ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇത്ര ഒരു വെള്ളമായിട്ടുണ്ടല്ലോ, അപ്പോൾ ഇത് തിളക്കുന്ന സമയത്ത് ഇതിനെക്കാട്ടിലും കുറച്ചൊന്ന് കട്ടിയായിട്ട് വരും കറി. നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ടോ, കറിയെല്ലാം നല്ല കുറച്ചൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ 2 കറിച്ചപ്പം വെച്ച് കൊടുത്തിട്ട് ഇതിനെ മൂടിയിട്ട് ഇത് മാറ്റി വയ്ക്കാം. അങ്ങനെ ചിക്കൻ കറി റെഡിയായി. ഇനി നമുക്ക് പത്തിലൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. അതാണ് ഭയങ്കര ടാസ്ക്. അപ്പോൾ ഇതിലേക്കൊരു പലയെല്ലാം ഉണ്ടാകുന്നെല്ലാം പത്തില ചുടുന്നൊരു പല ഉണ്ട്. അപ്പോൾ അതെൻ്റെ അടുത്തൊന്നുമില്ല, അതെല്ലാം ഇപ്പോഴത്തെ ആരടുത്തും ഉണ്ടാവില്ലാന്ന് തോന്നുന്നു. പിന്നെ പണ്ട് കാലത്ത് ആരെങ്കിലും ബാക്കി ഉണ്ടെങ്കിലായി. അപ്പം ഞാൻ എന്തൊക്കെയാണ്, ഞാൻ ചോറ് ഊറ്റുന്ന ചട്ടിയാണത്. ആ ചട്ടീൻ്റെ മുകളിലേക്ക് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് വെച്ച് അതിൻ്റെ മുകളിൽ തുണി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഞാൻ പരത്തിയെടുക്കുന്നുണ്ട്. അറിയുന്ന പോലെ പരത്തിയെടുക്കുന്നത് അത്ര മാത്രമാണ്. അപ്പോൾ ആരും ഇത് നോക്കിയിട്ട് കളിയാക്കാനൊന്നും വേണ്ട. അപ്പോൾ ഇത് നല്ലതായിട്ടുണ്ട് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആയിക്കോളി. നല്ലതായിട്ടില്ലാണ്ട് തോന്നുന്നുണ്ടെങ്കിൽ അതും കമൻ്റ് ആയിക്കോളി. അപ്പം നമ്മുടെ മനസ്സിൻ്റെ ഒരു ആഗ്രഹത്തിനുള്ളത് ഇതുപോലെ ഇനി ഇതിനേക്കാളും മോശമായിട്ടുള്ളതെങ്കിൽ അല്ല ഇതിനെക്കാട്ടി നല്ലതായിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും സാരമില്ല, ആരും ഒന്നും കുറ്റം പറയാനൊന്നും ഉണ്ടാവില്ല. നമ്മൾ ആഗ്രഹത്തിനുണ്ട്, നമ്മൾ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് ഇത് നോക്കുമ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് കഴിക്കാനെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. എങ്കിലും ആ പണ്ടത്തെ ആ ഒരു പെർഫെക്റ്റും ആ ഒരു ഇതൊന്നും ആയിട്ടില്ല. നമുക്ക് നമ്മളെ മനസ്സിലേക്ക് തോന്നുന്നിട്ട് അത്ര മാത്രം. അപ്പോൾ പണ്ട് ഉമ്മണ്ടെല്ലാം ചുടുന്നത് കണ്ടോണ്ടേ അതുപോലെ എല്ലാം ആക്കിയാൽ ഞാൻ കൈ സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ മറ്റേ കൈ കൊണ്ട് പരത്തി കൊടുത്തിട്ട് അങ്ങനെ എല്ലാം ആക്കാനുള്ള കുറേ ശ്രമിച്ചിട്ടെല്ലാം ചുട്ട് അതിങ്ങനെ ഒരു വിധത്തിലാക്കിയിട്ടെടുത്തിന്. പിന്നെ എല്ലാ പത്തിലും പൊങ്ങിയിട്ടും വന്നിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഓരോന്നെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട്. ഫസ്റ്റ് ആക്കിയിട്ട് പത്തിലൊക്കെ കുറച്ച് കട്ടിക്ക് തന്നെ ആയിട്ടുണ്ട്. അത് ഭയങ്കര ഒരു വല്ല മസാല പിടിച്ചിട്ടെല്ലാം നിന്നിട്ടുണ്ട്. എങ്കിലും സാരമില്ല, കഴിക്കാനെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായി. മക്കൾക്കായെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ട് ഇങ്ങനെയെല്ലാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി. നമുക്ക് അറിയുന്നില്ല, നമ്മൾ മിണ്ടാതെ ഇരുന്ന് നമുക്ക് ഒന്നും അറിയില്ല. അപ്പോൾ എന്തെങ്കിലും ഒന്ന് നമുക്ക് ശ്രമിക്കുമ്പോൾ അതെല്ലാം നമുക്ക് അറിയുന്നിട്ട് തോന്നുന്നതും പിന്നെ അതൊരു പാടായിട്ട് മാറുന്നത് തന്നെ നമുക്ക് അങ്ങനെയല്ലേ പഠിക്കുന്നത്. ആദ്യം ആരും വീയാതെണിച്ചിട്ട് നടന്നിട്ടില്ലല്ലോ അവസ്ഥ. എല്ലാവരും വീണ് വീണിട്ട് തന്നെയല്ലേ എണിച്ച് നടന്നത്. എത്ര മുകളിലെത്തിയിട്ടുള്ളവരായെങ്കിൽ ഫസ്റ്റ് വീണതിന് ശേഷം എണിച്ചിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്നവർക്കെല്ലാം ഒന്ന് ശ്രമിക്കാം. അതിലെല്ലാം വിജയിച്ചില്ലെങ്കിൽ ഇല്ല, എല്ലാം വിജയിച്ച് തന്നിട്ട് വരില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയെല്ലാം ഉണ്ടാക്കുന്നത് നമുക്കൊരു പാഠമാവണം നല്ലത്. അത് എല്ലാം വിജയിച്ച് തന്നിട്ട് വരില്ല നമുക്ക്. അങ്ങനെ എല്ലാ കാര്യം നമ്മൾ ചെയ്യുന്നത് ശരിയായിട്ട് വരും എന്നിട്ട് ഉറപ്പിൽ ആരും ഇറങ്ങണ്ട. ശരിയായെങ്കിൽ ആയി എന്നൊരു പരീക്ഷണത്തിനെല്ലാം അങ്ങനെ ഇറങ്ങുന്നത് നല്ലത് തന്നെ. ഒരു പാഠമാവുന്നത് നമുക്ക് പഠിക്കാനും എല്ലാം നല്ലത് തന്നെ. അപ്പം അങ്ങനെ ഉണ്ടാക്കിയതാണിതാ. ഇടയ്ക്കിടയ്ക്ക് ഓരോ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. നല്ലതായിട്ടുണ്ടത്. ഇടയ്ക്കെല്ലാം ഓരോന്ന് പൊങ്ങാതെയുണ്ട്. അപ്പോൾ ലാസ്റ്റിലേക്കാകുമ്പോൾ കുറച്ചൊന്ന് ശരിയായിക്കൊണ്ടാകും. ഫസ്റ്റിലിട്ട പത്തിരിങ്ങ കണ്ടതല്ലേ, അപ്പോൾ അതിനേക്കാളും ലാസ്റ്റിലേക്കാകുമ്പോൾ ഒന്ന് റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ടാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയല്ല ആദ്യമുണ്ടായി. അപ്പോൾ കഴിയുന്ന പോലെ ഞാൻ ഉണ്ടാക്കിയെടുത്തിനാ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയെല്ലാം സ്വന്തമായിട്ടുള്ളൊരു ഇഷ്ടത്തിന് എന്തെങ്കിലും പണിയെടുക്കുന്നവരുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കമൻ്റ് ആക്കുക. പിന്നെ പോലെ ഇങ്ങനെയെല്ലാം ഉണ്ടാക്കുന്നുണ്ട്, എനിക്ക് എന്ത് തോന്നുന്നു അതുപോലെ ഞാൻ ഓരോന്ന് ചെയ്യലുണ്ട്. അപ്പോൾ ചില സമയത്ത് എൻ്റെ തന്നെ ഇഷ്ടത്തിൽ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് എന്ത് തോന്നുന്നൊരു പുതിയൊരു റെസിപ്പി ആയിട്ട് അതും ഞാൻ ഉണ്ടാക്കി നോക്കലുണ്ട്. ചിലതൊന്നും ശരിയാവും, ചിലത് ശരിയാവില്ല, അങ്ങനെ എല്ലാവരും ഉണ്ടാവും. അപ്പം അങ്ങനെ പത്തിലെല്ലാം നല്ല അടിപൊളിയായിട്ടില്ല എങ്കിലും ഒരു സാധാരണ രീതിയിലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം ഞാനിന്ന് സഫലമാക്കിയെടുത്തു. അപ്പോൾ എന്തെങ്കിലും ആഗ്രഹമെല്ലാം മനസ്സിലുണ്ടെങ്കിൽ ആരും വെച്ചിരിക്കാൻ നോക്കണ്ട, എല്ലാവരും ഒന്ന് ഇതുപോലെല്ലാം ട്രൈ ആക്കിയിട്ട് നോക്കണം. ശരിയാവാതെ വരെയല്ല, ശരിയാക്കി എടുക്കണം. അങ്ങനെല്ലാം ആക്കിയിട്ട് അങ്ങനത്തെ എല്ലാം ചിന്തയോട് കൂടെ എല്ലാം ഇറങ്ങിയെങ്കിൽ എന്ത് നമുക്ക് ശരിയായിട്ട് കിട്ടും. ശരിയായിട്ടെന്നല്ല, നല്ല ശരിയായിട്ടല്ല എങ്കിലും നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടല്ല ഇതുപോലെ കഴിക്കാം. എല്ലാത്തിനും നമ്മൾ മറ്റൊരാളെ തന്നെ കാക്കണ്ട. ഇടയ്ക്കിടയ്ക്കുള്ള പത്തിൽ ഇതുപോലെ ആയിട്ടൊന്നും ഉണ്ടാവും. നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഞാനിതാ ചിക്കൻ കറി എല്ലാം കൂട്ടി നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കി. എന്തെങ്കിലും എല്ലാം അറിയുന്നില്ല എന്നിട്ടുള്ള കാര്യമല്ലേ, അറിയുന്നല്ലാണ്ട് ആരും ദൂരെ നിൽക്കണ്ട, എല്ലാം അടുത്ത് വന്നിട്ട് എല്ലാ പണിയും എടുത്തിട്ട് നോക്കിക്കോളേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലേ ലൈക്കാക്കാൻ മറക്കണ്ട. ഫസ്റ്റ് തന്നെ ഒന്ന് ലൈക്ക് ആയിക്കോളേ. പിന്നെ സബ്സ്ക്രൈബ് ആക്കാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കാനും സപ്പോർട്ടും വേണം. പിന്നെ ഒന്ന് മറ്റുള്ളവർക്കെല്ലാം ഷെയർ ആക്കി കൊടുത്തിട്ട് ആ ഒരു സപ്പോർട്ടും വേണം. ഇൻഷാ അല്ലാഹ് നല്ല നല്ല പരീക്ഷണങ്ങളായിട്ട് ഇനിയും വരാം.